ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ ജോലി അടുക്കളയിൽ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ ദോശയാകട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ സാമ്പാറുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ദോശയൊക്കെ സാമ്പാറൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് കടുക് മാത്രം പൊട്ടിച്ചാൽ മതി. ഞാൻ മുളക് മല്ലിയൊന്നും ചൂടാക്കാതെ തന്നെയാണ് ഞാൻ കുക്കറിൽ മാത്രം മുളക് മല്ലിയൊക്കെ ചേർത്താട്ടോ ഞാൻ പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സാമ്പാർ ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ സാമ്പാറാണ്. മുളകും മല്ലിയൊന്നും ചൂടാക്കിയില്ലെങ്കിലും നമുക്ക് സാമ്പാർ നല്ല ടേസ്റ്റി ആയിട്ട് വെക്കാം കേട്ടോ. അത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല കുറുകുറാന്നിരിക്കുന്ന അത്രയും തിക്കായിട്ടുള്ള സാമ്പാറും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മോൾക്ക് ദോശ ചുടാനായിട്ട് അങ്ങനെ എടുത്തപ്പോഴാട്ടോ, ദോശ മോൾക്ക് മാത്രം മതി, പിന്നെ വേണമെങ്കിൽ ഇഡലി ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഓർത്ത് കേട്ടോ. അപ്പോൾ മോൾക്ക് മാത്രമാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മോൾ സ്കൂളിൽ പോയിട്ട് ബാക്കി നമുക്കുള്ള ഇഡ്ഡലിയൊക്കെ അതിന് ശേഷം ഞാൻ വയ്ക്കുന്നുള്ളൂ. മോൾക്കുള്ള ദോശ ഞാനിപ്പം ഉണ്ടാക്കുകയാണ്. പിന്നെ നമുക്കുള്ളത് കുറച്ച് ചോറ് ഇരിക്കുന്നുണ്ട്, അതൊന്ന് തിളപ്പിച്ച് വെക്കണം കേട്ടോ. അതൊന്ന് ഞാൻ രാവിലെ അങ്ങനെ ചെയ്യാറുണ്ട്. രാവിലെ അത് ചെയ്തിട്ടേ ഞാൻ പിന്നെ ബാക്കി ജോലികൾ ചെയ്യത്തുള്ളൂ കേട്ടോ. ഇതിനിടയ്ക്ക് പല പ്രാവശ്യം കറണ്ട് പോയിട്ടോ. നമ്മൾ രാവിലെ കറണ്ടൊക്കെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ അത്രയും വെളിച്ചം ഇങ്ങോട്ട് എത്തുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടെ, ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ മുതൽ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കറണ്ട് പോക്കാം. അത് രാവിലെയും വൈകിട്ടും ഒക്കെ കേട്ടോ. രാത്രിയൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മളങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും രാത്രിയൊക്കെ പോയി ഒരുപാട് ലേറ്റായിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കാര്യമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ദോശയൊക്കെ പിന്നെ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഡലിയും കൂടി ആവിക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ആവി കൊണ്ട് വെന്തോളുമല്ലോ. അപ്പോൾ അങ്ങനെ അതും കൂടി വെച്ചിട്ട് ഞാൻ മോൾക്ക് ദോശ കൊടുക്കാമെന്ന് ഓർത്ത് കേട്ടോ. ദോശ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, തന്നെ അങ്ങോട്ട് എടുത്ത് കഴിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് മടിയാവും. ഒരെണ്ണമൊക്കത്തെ ഒരു ദോശയൊക്കെ കൊടുത്താൽ ദോശ ഒരെണ്ണം കഴിച്ചിട്ട് ബാക്കി വേണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ വിചാരിക്കുവേ, എന്തായാലും നമ്മൾ ഇത്തിരി വാരി കൊടുത്താൽ അത് എടുക്കണത് അങ്ങോട്ട് കഴിച്ചോളും. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ ദോശയും സാമ്പാറും ഒക്കെ ഞാൻ വാരി കൊടുത്തു കേട്ടോ. നമുക്കൊരു സമാധാനം. ക്ലാസ്സിലൊക്കെ പോയി 1 മണിയൊക്കെ ആകുമല്ലേ, പിന്നെ ചോറുണ്ണുമ്പോൾ ഇടയ്ക്ക് വിശക്കുമോ അങ്ങനെയൊക്കെ. മുതിർന്നെങ്കിൽ നമുക്കെപ്പോഴും നമ്മുടെ പിള്ളേർ കുഞ്ഞുങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടായിരിക്കും എല്ലാ അമ്മമാർക്കും അങ്ങനെയല്ലേ തോന്നുന്നു. നമ്മുടെ മക്കൾ എത്ര വലുതായാലും നമുക്കെപ്പോഴും ഒരു കുഞ്ഞുങ്ങളാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ മോക്കുള്ള ദോശയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഇഡലിയൊക്കെ റെഡിയാവും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമാകും കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് ചോറ് തിളപ്പിച്ച് വിട്ടാണ് ഉണ്ടായിരുന്നത്. അതും കൂടി ഞാൻ തിളപ്പിച്ച് വിട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറെ അടുക്കളയിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്നാന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് ഓൾറെഡി ഞാൻ ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സാമ്പാറും ഉണ്ട്, പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കിയേക്കണം. അപ്പോൾ ഇന്ന് ടൗണിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ വേറെ കറിയൊന്നും വെക്കണില്ല എന്ന് വിചാരിച്ചു കേട്ടോ. ഇത് തന്നെ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ഉള്ള ജോലികൾ കൊണ്ട് നമ്മുടെ ഉച്ചയ്ക്കുള്ള കറികളും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ടൗണിൽ പോകേണ്ടത് കൊണ്ടാട്ടോ ഞാൻ പിന്നെ മീനൊന്നും വാങ്ങാൻ നിന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഫുഡ് കഴിക്കുക എല്ലാവരും കൂടിയൊക്കെ ഇരുന്നാട്ടോ ഫുഡ് കഴിക്കാറ്. മോളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെ അവരങ്ങോട്ട് കഴിച്ചിട്ട് പോകും. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഇരിക്കാറ്. ഇന്ന് അത്യാവശ്യമായിട്ട് എന്തോ പുറത്ത് പോകണമെന്ന് പറഞ്ഞ കാരണം ഞാൻ പറയുന്ന കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ പിന്നെയും ലേറ്റ് ആകുകയില്ലേ. അപ്പോൾ അതുകൊണ്ട് കാപ്പി കുടിച്ചിട്ട് പോയിട്ട് അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും അതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു വീട്ടിൽ, നമുക്ക് ബാക്കിയുള്ള അടുക്കള ജോലി കഴിഞ്ഞാൽ പിന്നെ അടിക്കാനോ തുടയ്ക്കാനുണ്ടെങ്കിൽ അത്, അലക്കാനുണ്ടെങ്കിൽ അത്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഞാൻ ഒന്ന് അടിക്കുകയും നനയ്ക്കാനൊക്കെ ഉള്ളത് നനച്ചൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു വെയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ ഞാൻ തുണിയൊക്കെ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ടൗണിൽ പോകുന്നതിന് മുമ്പ് തന്നെ വിരിച്ചിട്ടിട്ട് ഉച്ച കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഒരുപാട് ലേറ്റ് ആകാതെ, എപ്പോഴാണ് മഴ വരണേന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ച് അതെല്ലാം എടുത്ത് ഒരുമാതിരി ഉണങ്ങി അകത്തിട്ടതിന് ശേഷം നമ്മൾ ടൗണിലേക്ക് പോയത് കേട്ടോ. നമുക്ക് യൂണിഫോം എടുക്കണമായിരുന്നു. മൂത്തയാളുടെ യൂണിഫോം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മതി എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നേ.
അപ്പോൾ നേരത്തെ ഒന്നും അത് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ പോകണേന് യൂണിഫോം കമ്പൽസറി ഇത്രാം തീയതി മുതലാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇട്ട് നോക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ ഒരല്പം നീളക്കുറവേ. കുഴപ്പമൊന്നുമില്ല, ഇട്ടുകൊണ്ട് പോകണതിന് പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞത് ഇനി അടുത്ത വർഷം ഇത് മാറുന്നില്ല, അപ്പോൾ ഞാൻ പറയുന്നത് എടുത്തേക്കാന്ന് പറഞ്ഞ് അങ്ങനെ പോയി എടുത്ത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഷൂ ഒക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ ഷൂ ഒക്കെ വാങ്ങി. പിന്നെ മോൾക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. കോളേജിൽ ജൂലൈയിൽ ക്ലാസ് തുടങ്ങും, അപ്പോൾ എന്തോ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതുമൊക്കെ വാങ്ങി നമ്മൾ അപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ലേറ്റായിട്ട് നമ്മൾ വേറെ ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ വിഷമിച്ചു പോയി കേട്ടോ. നമ്മൾ ആദ്യമേ ടൗണിൽ കൊണ്ട് ഇറക്കിയിട്ട് രാജേട്ടൻ എന്തോ അത്യാവശ്യത്തിന് വേറെ പോയത് കൊണ്ട് നമ്മൾ കുറച്ച് നടക്കേണ്ടി വന്നു. അതുകൊണ്ട് പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാനൊക്കെ വൈകിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഞങ്ങൾ നെയ് റോസ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ മൂത്തയാൾക്ക് ഇങ്ങനെ ഈ വെജിറ്റേറിയൻ ഒന്നും അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഈ നെയ് റോസ്റ്റ് കഴിച്ചപ്പോൾ പറയാം നല്ല ടേസ്റ്റുള്ള നെയ് റോസ്റ്റാണ് കേട്ടോ. അങ്ങനെ സാധാരണ അങ്ങനെ എന്നും പറയണതല്ല, അപ്പം നല്ല ടേസ്റ്റുള്ള കേട്ടോ. നമുക്ക് ആ ഒരു നെയ് റോസ്റ്റ് കഴിച്ചപ്പോഴേ പിന്നെ നമ്മുടെ വയറൊക്കെ നിറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പറയും ഇനി ഇങ്ങനെ വൈകിട്ടത്തേക്ക് ഫുഡൊക്കെ വേണം, വേണ്ടമ്മ ഇത് മതി, ഇനി വൈകിട്ട് ഫുഡൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ അത്ര അപ്പോൾ ആർക്കും വേണ്ട, വൈകിട്ട് വേണ്ട, ഉണ്ടാക്കിയാലും മിച്ചമല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ വൈകിട്ട് ഞാൻ ചോറൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതുമൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ അന്നേരമാണ് പറയണത് ഇത് നമുക്ക് യൂണിഫോം ഇവിടെ തന്നെ അങ്ങോട്ട് തയ്ക്കാൻ കൊടുത്തിട്ട് പോവാന്നേ, എല്ലെങ്കിലും നമ്മൾ പിന്നീടും രണ്ടാമത് വരണ്ടേ, ഏതായാലും ഇങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്നൊരു ഷേക്കൊക്കെ പറഞ്ഞു. ഈ നമ്മുടെ ദോശ കഴിച്ച് നെയ് റോസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ വയറ് നിറഞ്ഞെങ്കിലും ഒരു ഷേക്ക് നമ്മൾ 3 പേരും കൂടിയാണ് കേട്ടോ കഴിച്ച് തീർത്തത്. അപ്പോൾ ഒരുമാതിരി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് നമ്മൾ ഇറങ്ങുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ പറ്റി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് തിരുവാതിര പ്രോഗ്രാം തന്ന അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിനടുത്ത് വന്നതല്ലേ, അപ്പോൾ അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല. നമ്മൾ ഫുഡെല്ലാം കഴിച്ച ഉടനെ അമ്പലത്തിലേക്ക് എങ്ങനെ കയറണം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ നടവാതിക്ക് നിന്ന് ഞങ്ങളൊന്ന് തൊഴാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ പിന്നെ അപ്പോൾ മൂത്തയാൾക്ക് വേറെ എന്തോ കൊണ്ടുപോകാൻ എന്തോ വാങ്ങണം എന്ന് പറഞ്ഞു. എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് പിന്നെ അതും കൂടി കഴിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ പിന്നെ ഇതിനിടയ്ക്ക് ഇനി വരണ്ടേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോയാൽ പിന്നെ ഇതിനിടയ്ക്ക് ഇനി ടൗണിലേക്ക് വരണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്നൊന്ന് തൊഴുതതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇറങ്ങി കേട്ടോ. യൂണിഫോം തയ്ക്കാൻ കൊടുക്കാമെന്നും പറഞ്ഞ് നമ്മൾ തയ്യൽക്കാരൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അയാൾക്ക് സമയമില്ല, ഒട്ടും സമയമില്ല, ഏതാണ്ടൊക്കെ പെൻഡിങ് കിടക്കണം എന്നൊക്കെ പറഞ്ഞു തയ്ക്കാൻ. അപ്പോൾ നമ്മൾ 20 ദിവസമൊക്കെ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഓൾറെഡി യൂണിഫോം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ തിരക്കി നടക്കണ്ടേ. അപ്പോൾ ഇതാകുമ്പോൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു 20 ദിവസം കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ പിന്നെ തയ്ക്കാനായിട്ട് അയാൾ പറഞ്ഞു തയ്ച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മൂത്തയാൾക്ക് വാങ്ങണമെന്ന് പറഞ്ഞ കാരണം അങ്ങനെ ഒന്ന് സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറി അവിടെ നിന്നൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.